ഹലോ, വെൽക്കം ടു MCS. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം കൺസിസ്റ്റൻസി. അതിന് മലയാളത്തിൽ എന്താണ് സ്ഥിരത എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഒരു നിക്ഷേപം തുടങ്ങി, അതല്ലെങ്കിൽ എന്ത് കാര്യവും തുടങ്ങി ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴാണ് ലോങ് ടൈമിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ജിമ്മിന് ചേർന്നു, കുറച്ചു കാലം പോയി, അതിനുശേഷം അത് ഡ്രോപ്പ് ചെയ്തു. പൊതുവെ എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കാര്യം ഒരു ആവേശത്തിൽ തുടങ്ങും, പിന്നെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സ്റ്റേബിളായിട്ട് റെഗുലറായിട്ട് അത് തുടർന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവരും വിജയിക്കും. ആരായാലും വിജയിക്കും. നമുക്കറിയാം, സ്കൂളിലൊക്കെ നമുക്ക് സഞ്ചയിക ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഞാനൊക്കെ പഠിച്ച സമയത്ത് സഞ്ചയിക അഥവാ നമ്മൾ ചെറിയ ചെറിയ ഒരു പൈസ മാസത്തിലോ ആഴ്ചയിലോ അതിൽ നിക്ഷേപിക്കുന്നു. അത് പിന്നെ ഒരു വലിയ സംഖ്യയായിട്ട് നമുക്ക് തിരിച്ചെടുക്കുന്നു. ഇത് തന്നെയാണ് ശരിക്കും നിക്ഷേപത്തിൽ നടക്കുന്നത്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ചെറിയ ചെറിയ സംഖ്യ, നമുക്ക് അടക്കാൻ കഴിയുന്ന സംഖ്യ ഓരോ മാസവും നിക്ഷേപിക്കുന്നു. അത് സ്ഥിരമായിട്ട് നിക്ഷേപിച്ച് കഴിയുമ്പോൾ അതൊരു ശീലമായിട്ട് മാറുന്നു. പിന്നെ നമുക്കൊരു ആവേശത്തോടു കൂടി നമ്മൾ സ്ഥിരമായിട്ട് നമ്മളൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാകും ഈ നിക്ഷേപങ്ങൾ. പിന്നെ അത് ഭാഗമായിട്ട് അത് ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ 4-5 വർഷങ്ങൾ അല്ലെങ്കിൽ 10-20 വർഷം കഴിയുമ്പോൾ അത് വലിയൊരു സംഖ്യയായിട്ട് മാറിയിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടാവുകയുമില്ല. അഥവാ ആ നിക്ഷേപങ്ങൾ നമ്മൾ അറിയാതെ പോയി സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു വലിയ സംഖ്യയായിട്ട് പിന്നീട് നമ്മുടെ ഗോളുകൾക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വിജയിക്കണമെങ്കിൽ തീർച്ചയായും കൺസിസ്റ്റൻ്റ് ആവണം, അഥവാ കൺസിസ്റ്റൻസി ഫോളോ ചെയ്യണം. അത് സാമ്പത്തിക കാര്യത്തിൽ മാത്രമല്ല, എന്ത് കാര്യത്തിലായാലും ശീലങ്ങൾ വളർത്തിയെടുക്കണമെങ്കിൽ കൺസിസ്റ്റൻസി വളരെ നിർബന്ധമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.